ഗസയിൽ 4 ഇസ്രായേലി സൈനികർ കൂടി കൊല്ലപ്പെട്ടു. കാൻ യൂണിസിൻ്റെ ഭാഗങ്ങളിൽ രൂക്ഷമായിരിക്കുന്ന യുദ്ധം നടക്കുന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ റോയിട്ടേഴ്സും BBC ഒക്കെ റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള ആക്രമ പരമ്പര തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസയ്ക്ക് നേരെ അല്ലെ പലസ്തീനർക്ക് നേരെ നടക്കുന്നു. ബലിപെരുന്നാൾ ദിവസമായിരിക്കുന്ന ഇന്ന് തന്നെ ഏകദേശം 42 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഇത് കൂടുതൽ പേരും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ അതിനുവേണ്ടി വരി നിൽക്കുന്നതിനിടയിലാണ് വെടിവെപ്പ് നടന്നത് അല്ലെങ്കിൽ ആക്രമണം നടന്നത് എന്ന തരത്തിൽ റിപ്പോർട്ട് വന്നു. അതോടനുബന്ധിച്ച് തന്നെ തിരിച്ചടി ശക്തമായ രീതിയിൽ വരികയും ഏകദേശം 4 സൈനികർ കൊല്ലപ്പെടുകയും 15ഓളം സൈനികർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി എന്നുള്ളതും 85% ഗസയുടെ ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് തങ്ങൾ ആധിപത്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ അവകാശപ്പെട്ടതാണ്. ഈ അവകാശത്തിനൊന്നും യാഥാർത്ഥ്യമില്ലെന്നും ഈ പറയുന്നത് കളവാണ് എന്നും തെളിയുന്ന രീതിയിലാണ് പ്രതിരോധമുണ്ടാകുന്നത്. ഏത് മേഖലയിൽ നിന്നാണ് പ്രതിരോധം എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അവർ പറയുന്നത് മലയുടെ മുകളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ ഇസ്രായേൽ സൈനികരെ ആക്രമിക്കുന്നു. അതാണ് ഒരു ഭാഗം പറയുന്നത്. മറ്റൊരു ഭാഗം പറയുന്നത് അവർ ബങ്കറിൽ നിന്ന് ഒളിഞ്ഞിരുന്നു കൊണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണം നടത്തുന്നു.